വി രാജേഷിനെ അവിടേക്ക് വരാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. ഇനി അതിനുശേഷം വി രാജേഷ് ഈ ബ്ലൂ പ്രിന്റ് ഒക്കെ കൈമാറിയിട്ടുണ്ട്. പക്ഷേ വി രാജേഷ് പറഞ്ഞ കാര്യങ്ങൾ അവിടേക്ക് എത്തിക്കാതിരിക്കാനുള്ള കൃത്യമായ സംവിധാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ രണ്ടാമത് കൊടുക്കും അല്ലെങ്കിൽ ഇനി കൊടുക്കും എന്നൊക്കെ വി രാജേഷിന് പറയേണ്ട ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അതാണ് കേരളത്തിലെ സംസ്ഥാനത്തെ ബി.ജെ.പി ഡബിൾ എഞ്ചിൻ ഉണ്ടാക്കാൻ നിൽക്കുന്ന ബി.ജെ.പിയുടെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഇനിയും വേറെ കാര്യമുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇ.ഡി. വേട്ട തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എപ്പോൾ നടപടി എടുക്കുമെന്നാണ്? ഞങ്ങൾ ഇവിടെ അധികാരത്തിൽ വന്ന ശേഷം സ്വർണ്ണക്കൊള്ളയിൽ നടപടിയെടുക്കും. അത് മോദിക്ക് ഗ്യാരണ്ടി നമ്മൾ എത്ര ഗ്യാരണ്ടികളായി കേൾക്കുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള തള്ളു പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും പ്രധാനമന്ത്രിയെ കാണാനുള്ള കൗതുകത്തിൽ രണ്ടു വശത്തും ജനക്കൂട്ടമുണ്ടായിരുന്നു. അതിൽ ബി.ജെ.പി അണികളും ഉണ്ടാകാം. ഉറപ്പായിട്ടും തലസ്ഥാനത്ത് അവർക്ക് ഒരു സ്വാധീനമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പ്രസംഗം കേൾക്കാനും അണികളുടെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. മലയാളത്തിലും ഹിന്ദിയിലുമായി പറഞ്ഞു പോയ പ്രസംഗം കേൾക്കാനൊക്കെ അദ്ദേഹം നല്ല പ്രാസംഗികനാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു രസത്തിൽ കേൾക്കാനുള്ളൊക്കെ ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ നടന്നിരിക്കുന്നു. അതിലപ്പുറം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. ഇനി ക്രിസ്ത്യൻ വോട്ട് നേടുക എന്നാണല്ലോ പ്രധാനപ്പെട്ട അടുത്ത അജണ്ട. സാബു ജേക്കബിനെ മുന്നിൽ തന്നെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ 2020 എന്നതിനപ്പുറം ഒരു ക്രിസ്ത്യൻ നാമധാരിയായ 2020യുടെ തലപ്പത്തിരിക്കുന്ന ആളെന്ന നിലയ്ക്കാണ് സാബു ജേക്കബിനെ കൊണ്ടുവന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണല്ലോ ക്രിസ്ത്യൻ പ്രതിനിധികളെ കുറേ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഏറ്റവും ഒടുവിൽ ഒഡീഷയിൽ ചാണകം ദേഹത്തൊഴിച്ച അല്ലേ ഒരു പ്രീസ്റ്റിന്റെ കാര്യമാണല്ലോ. അപ്പോൾ ചാണകം കുടിപ്പിച്ചു, ചാണകം കലക്കി കുടിപ്പിച്ചു. അപ്പോൾ ചാണകം ഔഷധം എന്ന രീതിയിൽ കുടിപ്പിച്ചാണെന്ന് വേണമെങ്കിൽ വിശദീകരിക്കുമായിരിക്കും.